കേരള ജനതയുടെ മനസ്സറിയാൻ, ആഗ്രഹങ്ങൾ അറിയാൻ വന്ന വഴികൾ ആരും മറക്കാതിരിക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 100ഓളം സെമിനാറുകൾ സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രതിരോധത്തിലൂടെ വർഗീയതയ്ക്കെതിരെ പോരാട്ടം ഇനിയും തുടരുമെന്ന സന്ദേശം നൽകി കലാജാഥകളും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന് ഇനി 3 നാൾ മാത്രം. കൊല്ലം ചെമ്പട്ടണിഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് പോകാം കൊല്ലത്തേക്ക്. രാജ്കുമാറുണ്ട് കൂടെ. നമുക്ക് കൊല്ലത്തിന്റെ വിശേഷങ്ങൾ അറിയാം. സംസ്ഥാന സമ്മേളനത്തിന്റെ ആവേശം കാണാം. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ ഇനി 3 നാൾ മാത്രമാണ്. എല്ലാ കണ്ണുകളും കൊല്ലത്തേക്ക് വരികയാണ്. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കൊല്ലത്തേക്ക് എത്തുകയാണ്. കൊല്ലംകാർ, നിങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന സമ്മേളനത്തെ സ്വീകരിക്കുന്നത്? നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? മനു, സത്യം പറഞ്ഞാൽ ഈ 30 വർഷത്തിന് ശേഷം, 3 പതിറ്റാണ്ടിന് ശേഷം ഈ സമ്മേളനം കൊല്ലത്തിൻ്റെ മണ്ണിലേക്ക്, കൊല്ലത്തിൻ്റെ വിരിമാറിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഓരോ പാർട്ടി പ്രവർത്തകർക്കും, അനുഭാവികൾക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഈ വീക്ഷിക്കുന്ന നിഷ്പക്ഷരായ മനുഷ്യരുണ്ട്. അവരെല്ലാം ശ്രദ്ധിക്കുന്നത് CPIM ഈ സംസ്ഥാന സമ്മേളനം എങ്ങനെ നടത്തുന്നു, എന്താണ് അവരുടെ പരിപാടികൾ. വെറും കൊടിതോരണങ്ങൾ, ചുവപ്പൻ, ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്പട്ടണിഞ്ഞു നിൽക്കുന്ന അത് മാത്രമാണോ? അങ്ങനെ ആകരുത് എന്ന് സ്വാഭാവികമായും ഓരോരുത്തരും ചിന്തിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സെമിനാർ എന്ന് ഞാൻ പറഞ്ഞത്. 100 സെമിനാർ എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു റെക്കോർഡാണ്. ഒരു ദേശീയ പാർട്ടി അതിൻ്റെ സംസ്ഥാന സമ്മേളനം കേരളത്തിൽ നടത്തുമ്പോൾ അത് നടത്തുന്ന ആതിഥേയം വരളുന്ന കൊല്ലം ജില്ലയിൽ 100 സെമിനാറുകൾ, വിവിധ വിഷയങ്ങൾ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ സെമിനാറുകളിലൂടെ ജനത്തിൻ്റെ മനസ്സിൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, തെറ്റായ പാതയിലൂടെയാണോ പാർട്ടി സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പോകുന്നത്, അങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജനകീയമായി അത് ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സാധാരണ സെമിനാർ എന്ന് പറയുമ്പോൾ ഒരു നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിക്കും, അല്ലെങ്കിൽ AC ഹാളുകളായിരിക്കും. ഇത് അങ്ങനെ ആയിരുന്നില്ല. വീട്ടുമുറ്റത്ത് വരെ സെമിനാറുകൾ നടത്തിക്കൊണ്ട് വീട്ടമ്മമാരെ അതിൻ്റെ ഭാഗമാക്കി എന്താണ് നാട്, പാർട്ടി എന്താണ്, പാർട്ടി നയങ്ങൾ എന്താണ്, ഗവൺമെൻറ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, അങ്ങനെ വിവിധ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിഷ്പക്ഷരായ മനുഷ്യർ അവരാഷ്ട്രീയമായി എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് നോക്കുന്നത്, എപ്പോഴും ശ്രദ്ധിക്കുന്നത് അവരാണ്. എപ്പോഴും ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണോ വേണ്ടിയോ എന്ന് ചിന്തിക്കുന്നത് അവർ കൂടിയാണ്. അപ്പോൾ അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ പോകണമെന്നുള്ളൊരു ഉദാഹരണം കൂടിയായിരുന്നു. മാത്രമല്ല, കലാജാഥകൾ നടത്തി സാംസ്കാരിക പ്രതിരോധം, ഇന്ന് നമ്മുടെ ഈ വർഗീയത, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെ പൊളിച്ചെടുത്ത് നടത്താനും ഒരു വർഗീയ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനും ഒരു ഭാഗത്തൊരു ശ്രമം നടക്കുമ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതിരോധം കൂടിയായിരുന്നു കലാജാഥ. ഇന്ന് തന്നെ സഫ്ദർ ഹഷ്മിയുടെ, അറിയാലോ നമുക്ക്, ഒരു നാടക കലാകാരൻ, അദ്ദേഹം വർഗീയതയ്ക്കെതിരെ തെരുവിൽ നാടകം നടത്തി ആ പോരാട്ടം നടത്തിയപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ജനനാട്യ മഞ്ച് ഇന്ന് കൊല്ലത്ത് കലാജാഥ നടത്തി CPIMൻ്റെ ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാൻ, ശക്തി പകരാൻ, ആ കരങ്ങൾക്ക് ശക്തി പകരാനുള്ള ആവേശമായി അവരിന്നിവിടെ കലാജാഥ നടത്തും.